أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. الحمد لله. ഇനി പറയാൻ പോകുന്നത് മുഅറബ് മബ്നിയ് അല്ലേ. നമ്മള് അവാമിലിൽ മുഅറബ് എന്താണ് മബ്നി എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആമിലുകൾ വ്യത്യാസപ്പെടലുകൊണ്ട് അവസാനം വ്യത്യാസം വരുന്ന പദങ്ങൾക്ക് മുഅറബ് എന്ന് പറയും. ആമിലുകൾ വ്യത്യാസപ്പെടുന്നത് കൊണ്ട് അവസാനം വ്യത്യാസപ്പെടാത്ത പദങ്ങൾക്ക് മബ്നി എന്ന് പറയും. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു വിശദീകരണം വരുന്നുണ്ട്. നോക്കാം. മുഅറബ് അഅറബ എന്നതിന്റെ ഇസ്മു മഫ്ഊലാണ് മുഅറബ്. ബനാ യബ്നി എന്നുള്ളതിന്റെ ഇസ്മു മഫ്ഊലാണ് മബ്നിയ്. നോക്കാം, മത്തിന് നോക്കി ആദ്യം. വഹുവ ലർബാനി. ഇസ്മ് രണ്ട് വിധമാണ്. നമ്മൾ ഇസ്മിനെ തിരിച്ചറിയാനുള്ള അടയാളമായിരുന്നു ഇന്നലെ പറഞ്ഞത്. 3 അടയാളമുണ്ട്. അങ്ങനെയുള്ള ഇസ്മ് രണ്ട് വിധമാണ്. മുഅറബുൻ, ഒന്ന് മുഅറബ്. വഹുവ മാ, അതൊരു ഇസ്മാണ്. യതഗയ്യറു ആഖിറുഹു, അതിൻ്റെ അവസാനം വ്യത്യാസപ്പെടുന്നതാണ്. ബിസബബി ആമിലിൻ ദാഖിലിൻ അലൈഹി. ബിസബബി ആമിലിൻ, ഒരു ആമില് കാരണമായി. ദാഖിലിൻ അലൈഹി, അതിൻ്റെ മേൽ പ്രവേശിക്കുന്ന ആമില് കാരണമായി അതിൻ്റെ അവസാനം വ്യത്യാസപ്പെടുന്നതാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അല്ലാഹു, അല്ലാഹ, അല്ലാഹി എന്നൊക്കെ പറഞ്ഞിട്ട് 3 ഞാൻ ഉദാഹരണം പറഞ്ഞിരുന്നു. അതേപോലെ അത് വ്യത്യസ്ത ആമിലുകൾ അതിൻ്റെ മുമ്പിൽ വരുന്നത് കൊണ്ട്, അതിൻ്റെ മുമ്പിൽ പ്രവേശിച്ചത് കൊണ്ട് കാരണമായി അതിൻ്റെ അവസാനത്തിൽ, ഒരു പദത്തിൻ്റെ അവസാനത്തിൽ വ്യത്യാസം വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പേരാണ് മുഅറബ്. ഉദാഹരണം ക സൈദുൻ, സൈദ് എന്നതുപോലെ. സൈദ് എന്നുള്ളത് ഇപ്പൊ ജാഅനി സൈദുൻ, എൻ്റെ അടുക്കൽ സൈദ് വന്നിരിക്കുന്നു. അവിടെ സൈദുൻ എന്ന് ലമ്മത്ത് കൊണ്ട് റഫ് ആയിട്ടാണ് വായിച്ചത്. കാരണം അത് ഫായിലാണ്. അതിൻ്റെ മുമ്പ് ഫിഇല് എന്ന ഒരു ആമില് വന്നു. ഫിഇല് ജാഅ എന്ന ഒരു ഫിഇല് എന്നുള്ളൊരു ആമില് വന്നു. അതുപോലെ റഅയ്തു സൈദൻ, അവിടെ സൈദൻ എന്നുള്ളത് ഫത്ഹത്ത് കൊണ്ട് നസ്ബ വന്നിട്ടുള്ളത്. കാരണം അത് മഫൂലാണ്. മഫൂലിനക്ക് റഅയ്തു എന്ന ഫിഇലും ഫായിലും വന്നു. അപ്പോൾ ആ ഫിഇല് അതിൻ്റെ മുമ്പ് വന്നപ്പോൾ സൈദൻ എന്ന മഫൂലായിട്ട് അതിന് നസ്ബ് ചെയ്തു. അടുത്തൊരു ഉദാഹരണം പറയാം. മറർത്തു ബിസൈദിൻ, സൈദ് അരികിലൂടെ, സൈദിന്റെ അരികിലൂടെ ഞാൻ നടന്നുപോയി. അവിടെ സൈദിൻ എന്ന് കസ്രത്ത് കൊണ്ട് ജറായിട്ടാണ് വായിച്ചത്. അതിന് കാരണം അതിനു മുമ്പ് ജറ് ചെയ്യുന്ന
ഒരു ബാഇന്റെ ഇത് വന്നിട്ടുണ്ട്. സാറേ ആ ആ ആ അത് നമ്മളെ പ്രവർത്തകനെ നമ്മളെ ആളുകൾ ആ ആ ആ എപ്പളാ ജലദോഷം ചെറുതായിട്ട്. ആ ഇൻഷാ അല്ലാ നോക്കാം. 10 മണിക്കല്ലേ? ആയിക്കോട്ടെ, ശരി. ഓക്കെ അല്ലേ? മത്തിന് ക്ലിയർ അല്ലേ? അൽ മുഅറബു വൽ മബ്നിയു വഹുവ ലർബാനി മുഅറബുൻ വഹുവ മാ യതഗയ്യറു ആഖിറുഹു ബിസബബി ആമിലിൻ ദാഖിലിൻ അലൈഹി ക സൈദുൻ വ മബ്നിയുൻ. അതുകൂടി പറയാം കേട്ടോ. വ മബ്നിയുൻ, മബ്നിയുമാണ് രണ്ടാമത്തത്, മബ്നിയാണ്. വഹുവ ബിഖിലാഫിഹി, അത് മുഅറബിന് എതിരാണ്. അത് മുഅറബിന് എതിരാണ്. അതിൻ്റെ അവസാനം ആമിലുകൾ പ്രവേശിക്കുന്നത് കൊണ്ട് വ്യത്യാസപ്പെടുകയില്ല. ആമിലുകൾ പ്രവേശിക്കുന്നത് കൊണ്ട് അതിൻ്റെ അവസാനം വ്യത്യാസപ്പെടുക ഇല്ല. അതിനുദാഹരണം ഹ ഉലായി എന്നുള്ളതൊക്കെ പോലെ. ഇൻഷാ അല്ലാ നമുക്ക് ഷർഹ് കൂടി കൂട്ടി വായിക്കാം. ഇത് ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അത് നമ്മൾ കാണാതെ പഠിക്കണം, ഇതിൻ്റെ നിർവചനം കേട്ടോ. മുഅറബ് എന്ന് പറഞ്ഞാൽ മാ യതഗയ്യറു ആഖിറുഹു ബിസബബി ആമിലിൻ ദാഖിലിൻ അലൈഹി. നോക്കാം. വഹുവ അയിൽ ഇസ്മു, ഇസ്മാകുന്നത് ബിഅ്തിബാരിൽ ഇഅ്റാബി വൽ ബിനാഇ, ഇഅ്റാബിനെയും ബിനാഇനെയും പരിഗണിച്ചുകൊണ്ട്, ഇഅ്റാബിനെയും ബിനാഇനെയും പരിഗണിച്ചുകൊണ്ട് ഇസ്മ് ലർബാനി രണ്ട് ഇനമാണ്. അഹദുഹുമ, അതിൽ നിന്നും ഒന്ന് മുഅറബുൻ, മുഅറബാണ്. രണ്ടെണ്ണം, അതിൽ ഒന്നാമത്തത് മുഅറബാണ്. എന്തിനാ മുഅറബാണ് ആദ്യം പറഞ്ഞത്? വഖദ്ദമഹു, മുസന്നിഫ് മുഅറബിനെ മുന്തിച്ചു. വഖദ്ദമ, മുന്തിച്ചു, ഹു മുഅറബിനെ മുന്തിച്ചു. കാരണം ലി അന്നഹു, മുഅറബാണ് അൽ അസ്ലു, അടിസ്ഥാനമായി വരുന്നത്. എന്താണ് അസ്ലായിട്ട് വരുന്നത്? മുഅറബാണ്. അൽ ഗാലിബു, കൂടുതൽ വരുന്നതും, കൂടുതലായ ഒരു ഇസ്മ്, ഏറ്റവും കൂടുതൽ ഇസ്മിൻ്റെ അസ്ല് നോക്കുകയാണെങ്കിൽ അത് ഗാലിബായ അസ്ലും ഏതാണ്? മുഅറബാണ്. വ അഖറൽ മബ്നിയ, മബ്നിയ് എന്നതിനെ പിന്തിപ്പിച്ചു. ഖദ്ദമയുടെ ഓപ്പോസിറ്റാണ് അഖർ. കാരണം ലി അന്നഹുൽ ഫറഉ, അത് അസ്ലിൽ നിന്നും പിരിഞ്ഞുണ്ടായതാണ്. അത് അസ്ലല്ല, അത് ഫറആണ്. അപ്പം നമ്മളൊരു വാപ്പ മകൻ അതിനെ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം വാപ്പാനെയാണ് പറയുക. വാപ്പി മകനൊക്കെ വന്നിട്ടില്ലേ എന്നല്ലേ നമ്മൾ ചോദിക്കുക. അത് മകനും വാപ്പിയും വന്നിട്ടില്ലേ എന്നല്ലല്ലോ ചോദിക്കുക. വാപ്പി മോനൊക്കെ വന്നിട്ടില്ലേ, അതെന്തുകൊണ്ടാണ്? വാപ്പയാണ് അസ്ല്, മകൻ വാപ്പയിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് മുഅറബിനെ ആദ്യം പറഞ്ഞത്. അതിൻ്റെ അടുത്ത് ഒരു ചർച്ച വന്നതാണ്. വഹുവ, മുഅറബ് എന്ന് പറഞ്ഞാൽ മാ, ഒരു ഇസ്മാണ്. ഐ ഇസ്മുൻ, ഒരു ഇസ്മാണ്.
യതഗയ്യറു ആഖിറുഹു, ആ ഇസ്മിൻ്റെ അവസാനം വ്യത്യാസപ്പെടുന്നതാണ്. ബി സബബി ആമിലിൻ ദാഖിലിൻ അലൈഹി, അതിൻ്റെ മേൽ പ്രവേശിക്കുന്ന ആമില് കാരണമായിട്ട്. ഇതുപോലെ ക സൈദുൻ, സൈദ് എന്നതുപോലെ. തഖൂലു, നീ പറയും. ജാഅനി സൈദുൻ വ റഅയ്തു സൈദൻ വ മറർതു ബി സൈദിൻ. അല്ല, ഇവിടെയൊക്കെ പറഞ്ഞത് സൈദ് എന്ന ഒരൊറ്റ പദമാണ്. പക്ഷെ ആ ഒറ്റ പദം അത് 3 വ്യത്യസ്തങ്ങളായ അവസ്ഥ അതിൻ്റെ അവസാനത്തെ ലെറ്റർ ഹർഫ് ദാലിന് വന്നു ചേർന്നു. അതുകൊണ്ട് പറയാണ് സൈദ് എന്നത് മുഅറബാണ്. ക്ലിയർ അല്ലേ? ഇനി ഇനി അതിൻ്റെ അടുക്ക് ആ അവസാനം വ്യത്യാസപ്പെടുന്നത് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആദ്യം വ്യത്യാസപ്പെട്ടാലോ ഇടയിൽ വ്യത്യാസപ്പെട്ടാലോ അതിനെന്ത് പറയൂല? അതിന് മുഅറബ് എന്ന് പറയില്ല. മുഅറബ് എന്ന് പറയണമെങ്കിൽ അവസാനത്തിൽ വ്യത്യാസം വേണം. ഫ, അപ്പോൾ. ലൗ കാന തഗയ്യുറു, വ്യത്യാസം ആയാൽ. തഗയ്യുറു ചേഞ്ചിങ് ആയാൽ. ഫി ഗൈരിൽ ആഖിരി, അവസാനമല്ലാത്ത സ്ഥലത്തായി, അവസാനത്തിലല്ലാത്ത സ്ഥലത്താണ് വ്യത്യാസം ഉണ്ടായത്. ഏതുപോലെ ക ലാമി ഫൽസിൻ, ഫൽസ് എന്നതിൻ്റെ ലാമ് പോലെ. അത് അവസാനത്തെ അക്ഷരമല്ലല്ലോ, നടുവത്തെ അക്ഷരമാണ്, രണ്ടാമത്തെ അക്ഷരമാണ്. ഇതാ സഹർത്തഹു, അതിനെ നീ എന്താണ് തസ്ഗീറാക്കുകയാണെങ്കിൽ, അതിനെ നീ തസ്ഗീറാക്കുക എന്ന് പറഞ്ഞാൽ ചെറുതാക്കുക. അല്ലെങ്കിൽ ഔ ജമഅത്തഹു, നീ അതിനെ ജംആക്കുകയാണെങ്കിൽ, അതിനെ ബഹുവചനമാക്കുകയാണെങ്കിലോ അതിനെ ചെറുതാക്കുകയാണെങ്കിലോ ലാമിനൊരു വ്യത്യാസം വരുന്നുണ്ട്. ഏതുപോലെ ഫഖുൽത ഫുലൈസുൻ എന്ന് പറയാം, അതിനെ തസ്ഗീറാക്കുമ്പോൾ ചെറിയ ഫൽസ്. അല്ലെങ്കിൽ അഫുലുസുൻ, കുറേ ഫൽസുകൾ എന്നുള്ള രൂപത്തിൽ അങ്ങനെ വ്യത്യാസം വന്നല്ലോ. ഒന്നിന് ലാമിന് വ്യത്യാസം വന്നു, ഫുലൈസ് എന്നാക്കിയപ്പോൾ സുക്കൂനുള്ള ലാം എന്തായി? ഫത്ഹത്തായി. അതുപോലെ അഫ്ലുസു എന്നാക്കിയപ്പോൾ ലമ്മത്തായി. അതൊരു വ്യത്യാസം തന്നെയാണ്. പക്ഷെ എവിടെ വ്യത്യാസം വന്നിട്ടുള്ളത്? അവസാനത്തിലല്ല. എന്നാൽ ലം യകുൻ ഇഅറാബൻ, അതെന്താവൂല? ഇഅറാബ് ആവുന്നതല്ല. തിരിഞ്ഞോ? അവസാനത്തതിൽ അല്ല വ്യത്യാസം. നമ്മൾ പറഞ്ഞു അവസാനത്തതിൽ വ്യത്യാസം വരണം. അവസാനത്തതിൽ വ്യത്യാസം വന്നാലേ അത് മുഅറബാവുള്ളൂ, ഇഅറാബായിട്ട് നമ്മൾ പരിഗണിക്കുള്ളൂ. ഇതിന്റെ അവസാനത്തിലല്ല വ്യത്യാസം വന്നിട്ടുള്ളത്. ഇനി വകദ, ഇപ്രകാരം തന്നെ തഗയ്യുറുൽ ആഖിരി, അവസാനത്തതിൽ വ്യത്യാസം വന്നതും ഇഅറാബല്ല. പ്രകാരം തന്നെ അവസാനത്തിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. എപ്പോ? ഇദാ ലം യകുൻ, ആ വ്യത്യാസം ആയിട്ടില്ലെങ്കിൽ ബിസബബിൽ ആമിലി, ആമിലിന്റെ കാരണം കൊണ്ടായിട്ടില്ല. ആമിലിന്റെ കാരണം കൊണ്ടല്ല. നമ്മൾ എന്താ പറഞ്ഞത്? ആമില് പ്രവേശിച്ച കാരണം കൊണ്ട് അവസാനം വ്യത്യാസപ്പെടണം എന്നാ പറഞ്ഞത്. ആമിലിന്റെ കാരണം കൊണ്ട് അല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. നോക്കുക, ഏതുപോലെ ഖൗലിക, നിന്റെ വാക്ക് പോലെ. ഇജ്ലിസ് ഹൈഥു ജലസ സൈദുൻ, ഇജ്ലിസ് നീ ഇരിക്കുക. ഹൈഥു ജലസ സൈദുൻ, സൈദ് ഇരുന്ന സ്ഥലത്ത് ഇരിക്കുക. സൈദ് ഇരുന്ന സ്ഥലത്ത് നീ എന്താവണം? ഇരിക്കുക. അവിടെ എന്താ വന്നിട്ടുള്ളത്? ഹൈസു എന്നാണ്. അവിടെ ഹൈസു. ഫഇന്നഹു, കാരണം. യജൂസു ലക, നിനക്ക് അനുവദനീയമാണ്. അല്ലമ്മു, ലമ്മു ചെയ്യാം. വൽ ഫത്ഹു, ഫത്ഹു ചെയ്യാം. വൽ കസ്റു, കസ്റും ചെയ്യാം.
ഫിസായി സായിൽ, ഹൈസ, ഹൈസി, ഹൈസു എന്ന് മൂന്നും വായിക്കാം. അവിടെ രണ്ടും പറ്റും, മൂന്നും പറ്റും. പക്ഷെ അത് എന്തിൻ്റെ ഇതുകൊണ്ടല്ല, ലാക്കിൻ ലാബിസബബിൽ ആമിലി, അത് ആമിലിൻ്റെ കാരണം കൊണ്ടല്ല, അത് ഹൈസുവിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. നമ്മൾ പറയുന്നത് എന്താണ്, ഇറാബാവണമെങ്കിൽ എന്ത് വേണം, ആമില് കാരണമായിട്ട് വ്യത്യസ്തമായ രൂപത്തിൽ വായിക്കണം. ഇത് ഇജ്ലിസ് എന്നുള്ള അംബ്രഫിയിലാണ് വന്നിട്ടുള്ളത്, അത് മാറുന്നില്ല. അതായിരിക്കെ തന്നെ എന്താവുന്നു, ഹൈസു, ഹൈസ, ഹൈസി എന്ന് മൂന്നും വായിക്കലാണ്. അപ്പം അതും എന്തല്ല, ഇറാബല്ല. ഫലൈസ ബി ഇറാബിൻ, അത് ഇറാബ് അല്ല. ആ മാറ്റം ഇറാബിൻ്റെ മാറ്റം അല്ല. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്ക്, ഇപ്പം നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്ക്. വല്ലർബുസാനി, രണ്ടാമത്തെ ഇനം, മബ്നിയുൻ, മബ്നിയാണ്. രണ്ടാമത്തെ ഇനം മബ്നിയാണ്. വഹുവ, മബ്നിയ് എന്ന് പറഞ്ഞാൽ മാ, ഒരു ഇസ്മാണ്. യകൂനു, ആ ഇസ്മ ആകുന്നതാണ്. ബിഖിലാഫിഹി, മുഅറബിൻ്റെ എതിരാകുന്നതാണ്. മുഅറബിൻ്റെ എതിരാകും. അപ്പോൾ നമ്മൾ അതിനൊന്ന് വിശദീകരിക്കുകയാണ്. ഫഹുവ മാ ലാ യതഗയ്യറു ആഖിറുഹു ബിസബബി ദാഖിലി അലൈഹി, അതിൻ്റെ മേൽ പ്രവേശിച്ച ആമില് കാരണമായി അവസാനം വ്യത്യാസപ്പെടാത്തതാണ്. ഓക്കെ, അവസാനം എന്തുണ്ടാവില്ല, വ്യത്യാസപ്പെടില്ല. ആമില് പ്രവേശിച്ച ആമില് നോക്കിയിട്ട് അതിൻ്റെ അവസാനത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഏതുപോലെ, സുമ്മ, പിന്നെ, ഹുവ, ഈ മബ്നിയെ അല അർബഅത്തി അഖ്സാമിൻ, 4 ഖിസ്മുകളാണ്, 4 ഓഹരിയാണ്. അഹദുഹാ, അതിൽ നിന്നും ഒന്നാമത്തത്, മാ യുബ്ന അലൽ കസ്രി, കസ്റിൻ്റെ മേൽ മബ്നിയാക്കപ്പെടുന്നത്, കസ്റിൻ്റെ മേൽ മബ്നിയാക്കപ്പെടുന്നത്. ഏതുപോലെ, ക ഹഉലാഇ, ഹഉലാഇ എന്ന പദം പോലെ. ഹഉലാഇയെ എപ്പോൾ നോക്കിയാലും കസ്റിൻ്റെ മേൽ മബ്നിയാണ്, ഫുൾ ടൈം. ഏത് ആമിൽ അതിൻ്റെ മുമ്പ് വരട്ടെ, ഇനി അത് മുബത്തയായി വരട്ടെ, ഇബ്തിദാ എന്നുള്ള മാനവിയായ ആമിൽ വരട്ടെ, ജറിൻ്റെ അക്ഷരം വരട്ടെ, ജറിൻ്റെ ആമിൽ വരട്ടെ, ഈ നസ്ബ് ചെയ്യുന്ന ആമിൽ വരട്ടെ, ഏത് ഘട്ടത്തിലും ഹഉലാഇ ഹഉലാഇ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു ഹഉലാഇ ആണ് എന്ന് പറയും ചിലപ്പോൾ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതെന്തുകൊണ്ടാണ്, ഒരു മാറ്റമില്ലാത്തതുകൊണ്ടാണ്. എന്താ ഹൗലായിനെ പോലെ എന്നൊക്കെ ചോദിക്കൂലേ, മാറ്റമില്ലാത്തതുകൊണ്ടാണ്, ഒരു മാറ്റവും ഇല്ല. ഉണ്ടോ, ഹൗലായി എന്നതുപോലെ. വലാ ഖിലാഫ, അഭിപ്രായ വ്യത്യാസമില്ല. ഫി ലുസൂമിൽ കസ്രി ഫീഹി, ഹൗലായിയിൽ കസ്ർ ലാസിമാകുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഹൗലായി എപ്പോഴും കസ്ർ ലാസിമാക്കുന്ന ഒരു പദമാണ് എന്നതിൽ ഭാഷ നഹവ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഓക്കെ ആണോ? കദാലിക, ഇപ്രകാരം തന്നെ, യൽസമുൽ കസ്ര, കസ്റിനെ ലാസിമാക്കും. എന്ത്, അല്ലെങ്കിൽ യൽസമുൽ കസ്റു, കസ്ർ ലാസിമാവുന്നതാണ്. ഫി നഹവി ഹദാമി വ ഖതാമി പോലത്തത്. ഹദാമി, ഖതാമി പോലത്തെ പദങ്ങളിലും കസ്റിൻ്റെ മേൽ കസ്റിനെ ലാസിമാക്കുന്നതാണ്. ഇതെന്താണ്, ഈ ഹദാമി എന്ന് പറഞ്ഞാലും ഖതാമി എന്ന് പറഞ്ഞാലും മിനൽ അഅലാമിൽ മുഅന്നസതി, സ്ത്രീലിംഗം പേരുകൾ, സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്ന പേരുകൾ. അഅലാം എന്ന് പറഞ്ഞ പേരുകൾ കേട്ടോ. ഹദാമി എന്ന് പറഞ്ഞ ഒരു പെണ്ണിൻ്റെ പേരാണ്.
ഖത്താമി എന്ന് പറഞ്ഞ പെണ്ണിന്റെ പേരാണ്. അല അല്ലത്തി അല വസ്നി ഫആലി, ഫആലി വസ്നിന്റെ മേൽ വരുന്ന സ്ത്രീകൾക്ക് ഉള്ള പേരുകളാണ്. അപ്പോൾ ഇവകളും ഇപ്രകാരം ഹദാമിയിലും അതുപോലെ ഖത്താമിയിലും കസ്ർ ലാസിമാകുന്നതാണ്. ഹൗലായി പോലെ തന്നെ. പക്ഷെ ഇത് ഹൗലായി പോലെ ഖിലാഫുള്ളതല്ല. ചില ആളുകൾ അതിൽ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. അത് കൊണ്ടാണ് അത് വകദാലിക യൽസമുൽ കസ്റു ഫി നഹവി ഹദാമി വഖത്താമി മിനൽ അഅലാമി അൽ മുഅന്നസതി അല്ലത്തി അലാ വസ്നി ഫഅലി. ഏതുപോലെ ഉദാഹരണം പറഞ്ഞു, ഖൗലി ഷാഇരി, കവിയുടെ വാക്ക് പോലെ. ഇദാ ഖാലത്, പറയുന്ന സമയത്ത്, ഹദാമി, ഹദാമി പറയുന്ന സമയത്ത്, ഫസ്വദ്ദിഖൂ, നിങ്ങൾ വാസ്തവമാക്കിക്കൊള്ളൂ, ഹാ ഹദാമിയെ. ഹദാമി പറയുന്ന സമയത്ത് ഹദാമി സത്യമാണ് പറയുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. കാരണം ഫഇന്നൽ ഖൗല, തീർച്ചയായും വാക്ക്, മാ ഖാലത് ഹദാമി, ഹദാമി പറഞ്ഞതാണ് കാര്യം, ഹദാമി പറഞ്ഞതാണ് കാര്യം. അപ്പോൾ ഹദാമി ഒരു വിഷയം പറയുന്ന സമയത്ത് നിങ്ങൾ ഹദാമി പറയുന്നത് സത്യമാണ്, സത്യസന്ധമാണ്, നിങ്ങൾ വാസ്തവമാക്കിക്കൊള്ളൂ. ഇദാ ഖാലത് ഹദാമി ഫസദ്ദിഖൂഹാ ഫഇന്നൽ ഖൗല മാ ഖാലത് ഹദാമി. അപ്പോൾ അവിടെ കണ്ടോ, ഖാലത്ത് എന്നുള്ളതിൻ്റെ ഫായിലാണ് ഹദാമി. ഫായിലിക്ക് റഫാണ് വേണ്ടത്. പക്ഷേ അത് കസ്റിൻ്റെ മേൽ മബിനിയുള്ള ഒന്നായതുകൊണ്ട്, അത് കസ്റിനെ ലാസിമാക്കുന്നതായതുകൊണ്ട് അവിടെ ഹദാമി എന്ന് തന്നെ പറഞ്ഞു. ക്ലിയർ ആണോ? നോക്കണേ. അതുപോലെ വഫി അംസി, അംസി എന്നുള്ളതിലും എന്ത് കസ്ർ ലാസിമാണ്. അംസി എന്നുള്ളതിൽ ഇന്നലെ എന്ന് പറയില്ലേ നമ്മൾ, അപ്പം ഇദാ ഉരീദ ബിഹി, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടാൽ, അൽ യൗമു ഒരു ദിവസം, അല്ലദീ ഖബ്ല യൗമിക നിന്റെ ഈ ദിവസത്തിന് മുമ്പുള്ള ഒരു ദിവസം. ഇപ്പം നമ്മളൊരു ദിവസം ഉണ്ടല്ലോ ഇന്ന്, ഇപ്പം നമ്മളുള്ള ദിവസത്തിൻ്റെ മുമ്പുള്ള ദിവസം, ഇപ്പോൾ ഇന്നലെ, ഇന്നലെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുമ്പോൾ അത് കസ്റിൻ്റെ മേൽ മബിനിയാണ്. ഏതുപോലെയൊക്കെ കൗലിഹി, കവിയുടെ വാക്ക് പോലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ അറബികളുടെ വാക്കുകൾ ഉദാഹരണം പറയും, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഉദാഹരണം പറയും, ഹദീസിൽ നിന്ന് പറയും, അറബികളുടെ കവിതകളിൽ നിന്നും അവരുടെ പ്രബലമായ വാക്കുകളിൽ നിന്നൊക്കെ എന്തു പറയും, ഉദാഹരണം പറയും. അങ്ങനെ ഒന്നിനും ഉദാഹരണം കവിതയിലൂടെ പറയുകയാണ് ഉപയോഗിച്ചത്. അൽ യൗമ ഇന്ന്, അഅലമു മാ യജീഉ ബിഹി വമളാ ബിഫസ്ലി ഖളാഇഹി അംസി. അൽ യൗമ ഇന്ന്, അഅലമു ഞാൻ അറിയും, മാ യജീഉ സംഭവിക്കുന്നു, ബിഹി ഒന്ന്, ആ ഒന്ന് കൊണ്ട് വരുന്ന, അതായത് ആ ഒന്ന് വരുന്ന കാര്യം, അള്ളാഹുവിൻ്റെ ഖദർ, കാലത്തിൻ്റെ ഖളാ എനിക്ക് അറിയും. അതുപോലെ വമളാ ബിഫസ്ലി ഖളാഇഹി, ഖളാഇൻ്റെ വിശദീകരണം കൊണ്ട് കഴിഞ്ഞു പോയതും അറിയും. അംസി ഇന്നലെ കഴിഞ്ഞു പോയതും അറിയും. മള എന്നുള്ളത് ഫീലാണ്, അതിൻ്റെ ഫായിലാണ് അംസി. അംസിക്ക് എന്തു വേണം, റഫാണ് വേണ്ടത്. പക്ഷേ അത് ഇന്നലെ എന്ന അർത്ഥത്തിന് വന്നപ്പോൾ കസ്റിൻ്റെ മേൽ മബിനിയായി.
കസ്റിന് ലാസിമാക്കി. ഒന്നുകൂടി പറഞ്ഞുതരാം. അൽ യൗമ ഇന്ന്, അഅലമു മാ യജീഉ ബിഹി എന്താണോ വരുന്നത് അത് എനിക്ക് അറിയാം. എന്താണോ സംഭവിക്കുന്നത് അത് എനിക്കറിയാം. വ മല കഴിഞ്ഞുപോയതും ബി ഫസ്ലി ഖലാഇഹി അള്ളാഹുവിൻ്റെ ഖലാഇൻ്റെ വിശദീകരണം കൊണ്ട് കഴിഞ്ഞു പോയതും. അംസി ഇന്നലെ കഴിഞ്ഞു പോയതും. അപ്പോൾ മല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയി. എന്ത് കഴിഞ്ഞു പോയി? ഇന്നലെ കഴിഞ്ഞു പോയി. അപ്പോൾ അംസി എന്ന് ഇന്നലെ കഴിഞ്ഞു പോയ കാര്യവും അത് എനിക്കറിയാം എന്നല്ല, ഇന്നലെ കഴിഞ്ഞു പോയി. അപ്പം അല്ല പാസ്ഡ് ബി ഫസ്ലി ഖലാഇഹി ഖലാഇൻ്റെ വിശദീകരണം അംസി ഇന്നലെ. ഇന്നലെ ഖലാ കൊണ്ട് കുറേ കാര്യങ്ങൾ കഴിഞ്ഞു പോവുകയും ചെയ്തു. ഇന്ന് എന്താണോ ഖലാ ആയിട്ട് വരുന്നത് അത് ഞാൻ അറിയുന്നവനാണ്. അപ്പം അവിടെ നമ്മുടെ വിഷയം എന്താണ്? മല എന്ന ഫിയലിൻ്റെ ഫായിലായിട്ട് അംസി വന്നു. കേട്ടോ, അതിൻ്റെ അർത്ഥം ചെറുതായിട്ടൊരു വ്യത്യാസം ഉണ്ടോ എന്നൊരു സംശയം. കവിതയല്ലേ, അപ്പം ചെറിയൊരു അർത്ഥം ഡിഫറൻസ് ഉണ്ട്. അല്യൗമ ഇന്ന്, അഅലമു എന്നാണ് ഇതിൽ, പക്ഷെ അതിൻ്റെ വിശദീകരണത്തിൽ ലാ അഅലമു എന്നാണ് കാണുന്നത്. അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ചില സ്ഥലത്ത് എന്ത് ചെയ്യും, അങ്ങനെ ചില ലെറ്ററുകൾ, ചില നഫീൻ്റെ അദാത്തുകളും ലെറ്ററുകളൊക്കെ കളഞ്ഞു വരും. ഇവിടെ അങ്ങനെ വന്നതാണെന്നാണ് കവി വിശദീകരിക്കുന്ന ഇതിൻ്റെ ഷറഹിൽ പറയുന്നത്. അല്യൗമ ഇന്ന്, അഅലമു എന്ന് പറഞ്ഞാൽ ഞാൻ അറിയും എന്നാണ് ശരിക്കും അർത്ഥം. പക്ഷെ ഇവിടെ ഒരു ലാ കളയപ്പെട്ടിട്ടുണ്ട്. ലാ അഅലമു, ഞാൻ അറിയില്ല. ഇന്ന് ലാ അഅലമു മാ ഒന്നിനെ അറിയില്ല. യജീഉ അത് വരും അല്ലേ, യജീഉ ആ ഒന്ന് സംഭവിക്കും. ബിഹി ഇന്ന്, ഇന്ന് സംഭവിക്കുന്ന കാര്യം എനിക്ക് അറിയില്ല. ഇന്ന് സംഭവിക്കുന്ന കാര്യം എനിക്കറിയില്ല. വ മല എന്തും അറിയില്ല. വ മല ബി ഫസ്ലി ഖലാഇഹി ആ ഒന്ന് ഖലാ ആ ഒന്നിൻ്റെ ഖലാഇൻ്റെ വിശദീകരണം കഴിയുകയും ചെയ്തിരിക്കുന്നു. അംസി ഇന്നലെ കഴിയുകയും ചെയ്തിരിക്കുന്നു. അതും അറിയില്ല. ഇന്നലത്തെ കാര്യവും അറിയില്ല, ഇന്നത്തെ കാര്യവും അറിയില്ല എന്ന് ചുരുക്കം. അതിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ വ മല എന്ന ഫിയലിൻ്റെ ഫായിലായിട്ട് അംസി വന്നു. അത് കസ്റിനെ ലാസിമാക്കുന്നതിനാൽ അത് അംസി എന്നേ പറഞ്ഞുള്ളൂ, റഫ് ആയിട്ട് വരുന്നില്ല. അത് മബനിയാണ് എന്നർത്ഥം. ഓക്കെ അല്ലേ? വലാക്കിൻ ഇതും കൂടി പറയാം. പക്ഷേ ഹാദ ഇത്, ഏത് ഇപ്പൊ കസറിൻ്റെ മേൽ മബിനി എന്നുള്ളത്, ഹദാമി അതുപോലെ അംസി എന്നുള്ളതൊക്കെ പറഞ്ഞില്ലേ, മറ്റേതല്ല കേട്ടോ. ഹൗലായി അല്ല. ഹൗലായി നമ്മൾ പറഞ്ഞു ലാ ഖിലാഫ്, അതിൽ ഖിലാഫില്ല എന്ന് പറഞ്ഞു. ഹദാമി എന്നുള്ളതിനും അതുപോലെ ഖത്താമി അതുപോലെ അംസി
ഈ പറഞ്ഞതിൽ കസറിൻ്റെ മേൽ കസർ ലാസിമാവൽ ഫി ലുഗത്തി അഹ്ലിൽ ഹിജാസി, അഹ്ലുൽ ഹിജാസുകാരുടെ ഭാഷയിലാണ്, അഹ്ലു ഹിജാസുകാരുടെ ഭാഷ പ്രകാരമാണ്. രണ്ട് ടീമാണുള്ളത്, ബനു തമീമുകാർ, അഹ്ലു ഹിജാസുകാർ. ബസറക്കാർ, കൂഫക്കാർ എന്ന് പറഞ്ഞിട്ട് രണ്ട് ടീമുണ്ട്. ബസറക്കാരുടെ കൂടെയാണ് നമ്മൾ സാധാരണ പ്രബലമായി ആ നിയമങ്ങൾ പറയാറുള്ളത്. കൂഫക്കാരുണ്ട്. അപ്പം ഈ ബസറയിലെ പ്രധാനപ്പെട്ട ഒരു ടീമാണ് അഹ്ലുൽ ഹിജാസ്, കൂഫയിലെ പ്രധാനപ്പെട്ട ഒരു ടീമാണ് ബനു തമീം. അപ്പോൾ ബനു തമീം ഗോത്രവും അഹ്ലുൽ ഹിജാസ് ഗോത്രവും തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഗ്രാമറിൻ്റെ വിഷയത്തിൽ. നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ അഹ്ലുൽ ഹിജാസിൻ്റെ അടുക്കൽ അവരുടെ ഭാഷ പ്രകാരമാണ് ഇത് കസ്റിനെ ലാസിമാക്കുന്നു, കസ്റ് ലാസിമാകുന്നു എന്ന് പറഞ്ഞത്. അമ്മ ബനു തമീമിൻ, അപ്പോൾ ബനു തമീമുകാർ, ബഅ്ളുഹും അവരിൽ ചിലർ, യുഇരിബൂന ഇഅ്റാബാക്കുന്നു, അവരെന്താവും ഇഅ്റാബാക്കും, നഹ്വ ഹദാമി, ഹദാമി പോലോത്തതിനെ ഇഅ്റാബ ഗൈറിൽ മുൻസരിഫി, ഗൈർ മുൻസരിഫിന്റെ ഇഅ്റാബ്. എന്താണ് ഗൈർ മുൻസരിഫിന്റെ ഇഅ്റാബ്? മുത്ലഖൻ, നിരുപാധികം. ഹദാമി എന്നുള്ളത് എന്താവട്ടെ, എങ്ങനെ അവസാനിക്കട്ടെ, അത് ഗൈർ മുൻസരിഫ്. ഗൈർ മുൻസരിഫിന്റെ ഇഅ്റാബ് അറിയില്ലേ? എങ്ങനെ? ലമ്മത്ത് കൊണ്ട് റഫ്, ഫതഹത്ത് കൊണ്ട് ജർറ്, ഫതഹത്ത് കൊണ്ട് നസ്ബ്, അങ്ങനെയുള്ള ഗൈർ മുൻസരിഫിന്റെ ഇഅ്റാബ്. ആ ഗൈർ മുൻസരിഫിന്റെ ഇഅ്റാബ് എന്ത് ചെയ്യും? ഇവർ ചെയ്യും. അപ്പോൾ മുഅറബാണ് ഗൈർ മുൻസരിഫ്. പക്ഷെ വ്യത്യാസം എന്താണ്? ഫതഹത്ത് കൊണ്ട് ജർറ് ചെയ്യുന്നുള്ളൂ, മുഅറബാണ്. അപ്പോൾ ബനു തമീമുകാരിൽ ചിലർ ഹദാമി എന്നുള്ളതിനെ ഗൈർ മുൻസരിഫിന്റെ ഇഅ്റാബ് ചെയ്യും. അക്സറുഹും, അവരിൽ കൂടുതൽ ആളുകളും, ബനു തമീമുകാരിൽ കൂടുതൽ ആളുകളും യബ്നൂന, അവർ മബ്നിയാക്കും, മാ കാന ആഖിറുഹു റാഅൻ, റാ അവസാനം റാ ആയ ഇതിനെ, അവസാനം റാ ആയതിനെ. ഫഅലി വസ്നിക്ക് വരുന്ന ഇസ്മുകളിൽ അവസാനം റാ ഉള്ളതിനെ അവരെന്താവും? മബ്നിയാക്കും. ഏതുപോലെ? വബാരി, വബാരി പോലെ ഒരു കബീലയുടെ പേരാണത്, ഒരു നാട്ടിലെ ഒരു കൂട്ടം ആളുകളുടെ പേരാണ്. അപ്പോൾ ഹദാമി എന്നുള്ളത്, അതുപോലെ ഖതാമി എന്ന് വരുന്ന ഫഅലി വസ്നിക്ക് വരുന്നത്, അതൊരു ചെറിയൊരു ചർച്ച പറഞ്ഞതാട്ടോ. അഹ്ലുൽ ഹിജാസുകാരുടെ അടുക്കലാണ് അത് മബ്നിയായത്. ബനു തമീമുകാരുടെ അടുക്കൽ ചിലർ എന്തായിട്ടുണ്ട്? ഹദാമിയെയും ഖതാമിയെയും ഫഅലി വസ്നിക്ക് വരുന്ന സംഗതികളൊക്കെ, ഇസ്മുകളെയൊക്കെ അവരെന്ത് ചെയ്യും? മുഅറബാക്കും. ഏതിൻ്റെ ഇറാബ്? ഗൈർ മുൻസരിഫിന്റെ ഇറാബ് ചെയ്യും. ഇനി അവരിൽ കൂടുതൽ പേരും, ബനു തമീമുകാരിൽ കൂടുതൽ ആളുകളും അവസാനം റാ ഉള്ളതിനെ മബ്നിയാക്കും. ഹിജാസിന്റെ അഹ്ലുൽ ഹിജാസുകാരെ പോലെ തന്നെ മബ്നിയാക്കും. വയുഇരിബൂന, ആ കൂടുതൽ ആളുകളും ഇറാബ് ആക്കും, മുഅറബാക്കും, ഗൈറഹു, അവസാനം റാ ഉള്ളത് അല്ലാത്തതിനെ, അവസാനം റാ ഉള്ളതിനെ മബ്നിയാക്കും, അവസാനം റാ ഉള്ളത് അല്ലാത്തതിനെ മബ്നിയാക്കും. ഇറാബ ഗൈറിൽ മുൻസരിഫി, ഗൈർ മുൻസരിഫിന്റെ ഇറാബ് കേട്ടോ, ഗൈർ മുൻസരിഫിന്റെ ഇറാബ്. അംസി, ഞാൻ ഒന്നുകൂടി അവിടെ പറയാം. അംസി, അംസി എന്നുള്ളത് ചിലർ അതിനെ നിരുപാധികം എന്താവും? മുഅറബാക്കും. അംസി, അംസി എന്നുള്ളതിനെ അവർ പറയും മുഅറബ് തന്നെയാണ്. അംസ, അംസി, അംസു എന്നൊക്കെ പറയുന്നൊക്കെ പറയാം അവർ. അപ്പോൾ ബഅ്ളുഹും, ചിലർ എന്ത് ചെയ്യും? യുഇരിബൂനഹു ബിൽ ലമ്മത്തി, ലമ്മത്ത് കൊണ്ട് റഫും, ചിലരെന്ത് ചെയ്യും? ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്യും, ഇറാബ് കൊടുത്ത് ചെയ്യും. റഫ്അൻ വ യബ്നൂനഹു അലൽ കസ്രി ജർറൻ വ നസ്ബൻ, കസ്റിന്റെ മേൽ ജറും കൊടുക്കും നസ്ബും കൊടുക്കും. കസ്റിന്റെ മേൽ ജറും കൊടുക്കും നസ്ബും കൊടുക്കും ചില ആളുകൾ. ആര്? ഈ കുഫക്കാരിൽ ട്ടാ, ബനു തമീമുകാരിലാണ് പറഞ്ഞത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പം ഞാൻ ഒന്നുകൂടി പറയാം, ഒന്നുകൂടി അതിൻ്റെ വിശദീകരണം പറയാം, ശ്രദ്ധിക്കണേ. നമ്മൾ മബ്നിയെ
മുഅറബിന് ഓപ്പോസിറ്റ് ആണ് എന്ന് പറഞ്ഞു. ഇനി പറയാം മബ്നി 4 വിധമുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് കസ്റിൻ്റെ മേൽ മബ്നി എന്നുള്ളത്. കസ്റിൻ്റെ മേൽ മബ്നി. അതിന് ഹഉലാഇ എന്നൊരു ഉദാഹരണം പറഞ്ഞു. ഈ ഹഉലാഇ എന്നുള്ള ഉദാഹരണം ലോകത്ത് ഒരു ടീമും അഹ്ലി ഹിജാസുകാരോ ബനു തമീമുകാരോ ബസറക്കാരോ കൂഫക്കാരോ ഒരു ടീം ഖിലാഫില്ല, അഭിപ്രായ വ്യത്യാസമല്ല, അത് കസ്റിൻ്റെ മേൽ മബിനിയാണ്, കസ്റിനെ ലാസിമാക്കും എല്ലാ ഘട്ടത്തിലും ഒരു വ്യത്യാസമല്ല. എന്നാൽ ഹദാമി അതുപോലെ ഖതാമി പോലത്തെ ഫആലി വസനിൽ വരുന്ന മുഅന്നസായ പേരുകൾ, അതുപോലെ അംസി എന്നുള്ളതൊക്കെ ഹിജാസുകാർ അഹ്ലുൽ ഹിജാസുകാരുടെ അടുക്കൽ അതെന്താണ്, കസ്റിനെ ലാസിമാക്കുന്നു. അതായത് നമ്മുടെ ടീം ബസറക്കാരിൽപ്പെട്ട പ്രമുഖ ടീമാണ് അഹ്ലുൽ ഹിജാസ്. അവരുടെ അടുക്കൽ അതെന്താണ്, കസ്റിനെ ലാസിമാക്കുന്നു, കസ്റിൻ്റെ മേൽ മബിനിയാണത്. എന്നാൽ ബനു തമീമുകാർ പറയുന്നത് ഹദാമി പോലുള്ളതിനെ വൈറു മുൻസരിഫിൻ്റെ ഇറാബ് ചെയ്യും. അപ്പോൾ ഹദാമി എന്നുള്ളത് ബനു തമീമുകാരിൽ ചിലർ പറയുന്നത് എന്താണ്, അത് വൈറു മുൻസരിഫാണ്, മുഅറബാണ്, അതിൻ്റെ ഇറാബ് വൈറു മുൻസരിഫാണ് എന്ന് പറയും. എന്നാൽ കൂടുതൽ ആളുകളും കുഫക്കാരിൽ കൂടുതൽ ആളുകളും ബനു തമീമുകാരിൽ കൂടുതൽ ആളുകളും അവസാനം റാ ഉള്ളതിനെ മബിനിയാക്കും. അപ്പോൾ ഫആലി വസനിൽ അവസാനം റാ വരുന്ന പദം വബാരി പോലെ അതിനെ മബിനിയാക്കും. ബാക്കിയുള്ളതിനെ വൈറു മുൻസരിഫിൻ്റെ ഇറാബ് ചെയ്യും. എന്നാൽ ചിലർ എല്ലാത്തിനും വൈറു മുൻസരിഫിൻ്റെ ഇറാബ് ചെയ്യും. പക്ഷെ കൂടുതൽ ആളുകളും ബനു തമീമുകാരിൽ കൂടുതൽ ആളുകളും അവസാനം റാ ഉള്ളതിനെ മബിനിയാക്കും, അഹ്ലുൽ ഹിജാസുകാരെ പോലെ തന്നെ മബിനിയാക്കും. ബാക്കിയുള്ളതിനൊക്കെ എന്ത് ചെയ്യും, വൈറു മുൻസരിഫിൻ്റെ ഇറാബ് ചെയ്യും. ഇനി അംസി എന്നുള്ളത് അത് ബനു തമീമുകാരിൽ ചിലർ അതിനെ എപ്പോഴും എന്ത് ചെയ്യും, മുഅറബാക്കും. അരപ്പ് എന്ത് ചെയ്യും, മുഅറബാക്കും. ചിലർ അതിനെ എന്ത് ചെയ്യും, ലമ്മത്ത് കൊണ്ട് റഫ് കൊടുക്കും, ജറും നസ്ബും കസ്റ് കൊണ്ട് കൊടുത്തിട്ട് ഇത് അംസി എന്ന് പറയും. അംസ എന്ന് പറയില്ല, അംസു എന്ന് പറയും. അവർ അംസ എന്ന് പറയില്ല. അംസി എന്നുള്ള ജറിൻ്റെ അവസരത്തിലും അംസി എന്ന് പറയും, നസ്ബിൻ്റെ അവസരത്തിൽ അംസി എന്ന് പറയും. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറ.